പത്തനംതിട്ട ഗവിയിൽ കടുവ ആക്രമണമെന്ന് സംശയം. വനത്തിനുള്ളിൽ കുന്തിരിക്കം ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. AV ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, എന്താണ് ഇതിന്റെ കൂടുതൽ വ്യക്തത? ഇത് കടുവയുള്ള മേഖല തന്നെയാണോ? ആശ്മി, ഈ ഗവി എന്ന് പറയുന്നത് വന മേഖലയാണ്, വനത്തോട് ചേർന്ന പ്രദേശമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടുവ ആക്രമണം തന്നെയാണ് വനംവകുപ്പ് പ്രാഥമികമായി പറയുന്നത്. ഈ ആദിവാസി യുവാവായ അനിൽകുമാർ 26 വയസ്സുള്ള ആളെയാണ് ഇപ്പോൾ എന്തായാലും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെയാണ് വനംവകുപ്പ് നിലവിൽ നടത്തിയ പരിശോധനയിൽ ലഭ്യമായിരിക്കുന്നത്. കടുവ ആക്രമണത്തിൽ തന്നെയാണ് ഈ അനിൽകുമാർ കൊല്ലപ്പെട്ടതെന്നാണ് വനംവകുപ്പ് പ്രാഥമികമായി നിലവിൽ നൽകുന്ന വിവരം. 2-3 ദിവസത്തെ പഴക്കം ഈ മൃതശരീരത്തിനുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അനിൽകുമാർ ഈ കുന്തരിക്കം പറിക്കുന്നതിന് വേണ്ടി വനത്തിൽ പോയിരുന്നു. അങ്ങനെ അത് പറിച്ച് തിരിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. എന്തായാലും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവർ അവിടെ കൂടുതൽ പരിശോധന നടത്തും. എന്തായാലും കടുവ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റ് സ്ഥിരീകരണം വരാനുണ്ട്. വനത്തിനുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കടുവയുടെ ഒരു സാന്നിധ്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, വനമേഖലയാണ്. അത് കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവാണ്. സ്വാഭാവികമായും വനത്തിനുള്ളിൽ വെച്ച് കടുവ ആക്രമിച്ചു എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇതിലൊരു അന്തിമ സ്ഥിരീകരണം വരാനുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 26 വയസ്സുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.